ഇത് തീർന്നില്ല ഇതുവരെ. ചെയ്തോണ്ടിരിക്കുന്നു. ആര് തേക്കുന്നതൊന്നും ഇപ്പൊ അങ്ങ് വാരി അങ്ങ് അലക്കുവന്ന്. ഇന്നെങ്കിലും അവസാനം വരെ കളിക്കൂടാ അതൊക്കെ. ഹലോ ഹലോ പ്രിയമുള്ളവരെ, അടുത്ത 2 ബെല്ലുകൾക്കുള്ളിൽ സ്പ്രിങ് ഉരുങ്ങി കിടക്കുകയാണ്. അതുകൊണ്ട് ഇത് കേൾക്കുന്നില്ല. മേടിക്കാൻ ആള് പോയിട്ടുണ്ട്. അത് വന്നിട്ട് അടിച്ചിട്ടേ നാടകം തുടങ്ങും. അതല്ലേ പറയാൻ നാടകത്തിന്റെ കാര്യം പറയാം. നാടകം. ഹലോ പ്രിയമുള്ളവരെ, നാടകം ആരംഭിക്കുന്നു. ചെകുത്താനെ സ്നേഹിച്ച മേഘാലയ. ഇതെന്തോടെ ചെള്ളയില് കാക്കപ്പുള്ളി എന്തിന്? മാലയ്ക്ക് കണ്ണ് കെട്ടാതിരിക്കാൻ. അയ്യാ, കണ്ണ് വച്ചാലും മതി. ബാക്കി അനൗൺസ്മെന്റ്. ഹലോ പ്രിയമുള്ളവരെ, നാടകം ആരംഭിക്കുകയാണ്. അതിന് മുന്നോടിയായി ഈ സ്റ്റേജിന്റെ ഫ്രണ്ടിലേക്ക് ഇരിക്കുന്ന പ്രേക്ഷകർ ഒരു 50 അടി മാറി ബാക്കിലേക്ക് ഇരിക്കേണ്ടതാണ്. സാധാരണ മുമ്പിലോട്ടല്ലേ ഇരിക്കേണ്ടേ? അത് സാധാരണ സമിതി, ഇത് അസാധാരണ സമിതി. അല്ലെ, അപ്പൊ 50 അടി എന്തിന് ബാക്കിലോട്ട് ഇരിക്കുന്നത്? എടാ, അവിടുന്ന് ഒരു എണീച്ച് ഇഞ്ഞോരെ ഓടി എത്തുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് അവന്റെ മൈൻഡ് മനസ്സിലാക്കാൻ പറ്റും. അത് ശരിയാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യും, നോട്ടീസിലുള്ളത് വായിച്ചു. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് ദിനത്തോടനുബന്ധിച്ച് ഞങ്ങൾക്കൊരു നാടകം അവതരിപ്പിക്കാൻ അവസരമൊരുക്കി തന്ന ഇതിന്റെ സ്പോൺസർ പന്നിക്കുട്ടിയല്ല, പി അനിക്കുട്ടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നാടകം ആരംഭിക്കുന്നു. എന്തായാലും കൃത്യമായിട്ട് എല്ലാം അനൗൺസ്മെന്റ് ചെയ്തോണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ ആശാനെ, ഞാൻ വന്നപ്പോഴേ ചോദിക്കണമെന്ന് വിചാരിച്ചു. കുറെ നാളായിട്ട് നമ്മുടെ എല്ലാ സ്റ്റേജിലും അവൻ വന്ന് അവിടെ ഇരിപ്പുണ്ട്. ഇവ ഏതെന്ന് എനിക്ക് ഇതുവരെ പിടിയിട്ടിട്ടില്ല. ഇവന് എന്തായാലും എന്തെങ്കിലും ഞാൻ ഒരു ദിവസം പൊക്കും. അവന് നിനക്കറിയാമോ? നമ്മളെ ക്ലൈമാക്സിൽ വരുന്ന ഭരണവൻ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. നമ്മളിതുവരെ ക്ലൈമാക്സ് വരെ കളിച്ചിട്ടില്ലല്ലോ. അതാ നിനക്ക് അവനെ പുതുമുഖമായിട്ട് തോന്നുന്നു. എനിക്കറിയത്തില്ലായിരുന്നു. അത് പോട്ട്, ഈ ഇരിക്കുന്ന അറബികളൊക്കെ എവിടെ വരെ ഉള്ളത്? അറബിയാ? പിന്നെ എടാ, ബൈബിൾ നാടകത്തിൽ എവിടെ അറബി? പിന്നെ ഈ ഇരിക്കുന്ന ആര്? എടാ മണ്ട, നിനക്ക് നാടകത്തെ കുറിച്ച് അറിഞ്ഞൂടെ? ഇതൊന്നും അറബികളല്ല. പിന്നെ ഇത് അവരെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോട്ടെ. നമ്മൾ അതിന്റെ ഇടയ്ക്കിടന്ന് അങ്ങ് കിഴിച്ച് തള്ളുന്നു. പിന്നെ ഒരു സന്തോഷ വാർത്ത ഉണ്ട്, എല്ലാരും കേൾക്കാൻ വേണ്ടിയാ. ഇനി തൊട്ട് ചെയിൻ നാടകമാണ്. എന്നോട്ട് വരെ എന്നല്ല, എന്റെ ഭാര്യയുടെ ചെയിൻ വരെ പണയം വെച്ചിട്ടാ ഞാൻ ഈ നാടക സമിതി തുടങ്ങിയത്. അതുകൊണ്ട് ദേവി ഇത് തൊലക്കരുത്. അവസാനം വരെ കളിച്ചു തരണം. കളിച്ചൊക്കെ തരാം, ഒരു കുഴപ്പമില്ല. എന്തിനാണ് ഈ ഭാര്യമാരെ കുറ്റം പറയുന്നത്? നല്ലതല്ലേ ഭാര്യമാര്? കല്യാണം കഴിക്കണം. കല്യാണം കഴിച്ചാലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതൊന്നും പറഞ്ഞു, എന്റെ ഭാര്യയാണെങ്കിൽ മഹാവെടക്കാണ്. ഞാൻ എപ്പോഴും ആലോചിക്കും കല്യാണം കഴിക്കണ്ടായിരുന്നു. അച്ഛൻ അങ്ങനെ പറയല്ലേ. ഏതൊരു പുരുഷന്റെ വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീ ഉണ്ട്. കല്യാണം കഴിച്ചതിന് ശേഷമല്ലേ കൊളംബസ് അമേരിക്ക വരെ കണ്ടുപിടിച്ചത്? ആര് കണ്ടുപിടിച്ച്? കൊളംബസ് അമേരിക്ക വരെ കണ്ടുപിടിച്ചത്. കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചൊന്നുമല്ല. വീട്ടിൽ ഇരുന്ന് ഭ്രാന്ത് പിടിച്ചിട്ട് അങ്ങനെ വെറുതെ വെളിയിലോട്ട് ഇറങ്ങിയതാ. ഏതാ കാട്ടിന്റെ ചെന്ന് കയറി അങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു ആ മരിക്കാന്ന്. അവസാനം അത് അമേരിക്കയായി. അതാ സംഭവം. അയ്യോ, സത്യം പറയല്ലേ, ഇവ ഇടയ്ക്കിടയ്ക്കോ കോമഡി പറയും. നമ്മളങ്ങ് റിലാക്സ് ആവും. എന്തുവാടാ നമ്മുടെ പിലാത്തോസ് വന്നിട്ടില്ല. ഇനിയിപ്പോ പിലാത്തോസ് ആര്? ഒന്നുകൊണ്ടും പേടിക്കണ്ട, പിലാത്തോസ് ആണെങ്കിൽ ചെയ്യാം. എന്താ പിലാത്തോസ് ആണെങ്കിൽ ചെയ്യാം. നിനക്ക് ഡയലോഗ് അറിയാമോ? പിന്നെ ഇതിനകത്ത് എല്ലാരും എല്ലാം അറിഞ്ഞിട്ടല്ലേ നിൽക്കുന്നത്. ശരിയാണല്ലേ. അപ്പൊ ആർക്കും ഡയലോഗ് ഒന്നും അറിഞ്ഞൂടെ? ഡയലോഗ് അറിഞ്ഞൂടെ? അറിഞ്ഞൂടെ? എടാ, എന്ത് കഷ്ടപ്പെടാ. ഞാൻ എത്ര ദിവസം ക്യാമ്പ് ഇട്ടാ നാടകം സെറ്റ് ചെയ്തത്. ഡയലോഗ് അറിഞ്ഞൂടെ മാർക്ക്? ആശാനൊന്നും വേണ്ട. എത്ര ദിവസം ആശാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ഫുഡും വെള്ളവും എല്ലാം നമുക്ക് തന്നില്ലേ? എല്ലാം മേടിച്ചു കൊടുത്തു. ഭക്ഷണം എല്ലാ കാര്യങ്ങളും തന്നില്ലേ? ഡയലോഗ് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവയ്ക്കാണ്. ആശാനും അറിഞ്ഞൂടി? ഇല്ല. അയ്യോ, ഇപ്പൊ പിന്നെ ഇതെങ്ങനെ കളിക്കും? ഇതിപ്പോ പിലാത്തോസ് ആര് കളിക്കുമെന്ന് പറ. പിലാത്തോസ് ഞാൻ ചെയ്യാം. നീ പിലാത്തോസ് ഉണ്ടാക്കണ്ട. നീ കഴിഞ്ഞ പ്രാവശ്യം ഷെഫീക്ക് വന്നില്ലല്ലോ, അന്ന് നീയല്ലേ പിലാത്തോസ് കളിച്ചത്? ഈ പിലാത്തോസ് യേശുവിനെ ക്രൂശിൽ തറയ്ക്കാനായിട്ട് വിധിച്ചിട്ട് ഈ പാവക്ര മാറാൻ വേണ്ടി കൈ കഴുകും. നീ കൈ കഴുകിയോ? സമയത്തിന് വെള്ളം കൊണ്ടുവരണം സുഹൃത്തെ. വെള്ളം ഇല്ലെന്ന് വെച്ച് ഏത് പിലാത്തോസ് ആണ് ടിഷ്യൂ പേപ്പർ വെച്ച് കൈ ഉടയ്ക്കുന്നത്? പാവക്കറ മാറിയാ പോരെ? പാവക്കറ നിന്നെ നാടക സമിതി കയറ്റാൻ കൊള്ളത്തില്ല. ഞാൻ നീ സ്ത്രീകളെടുത്ത് മോശമായിട്ട് പെരുമാറുന്നു. ഞാൻ ഒരു കുറ്റവും ചെയ്തില്ല. ഞാൻ ആ പച്ചക്കറി വിൽക്കുന്ന നേരെ ചന്തയിൽ ചെന്ന് പച്ചക്കറി വിൽക്കുന്ന ചേച്ചി എടുത്ത് ചോദിച്ച് കോവയ്ക്ക വരെ കൊണ്ടോന്ന്. അവര് കേട്ടത് ഗോവയ്ക്ക് വരുന്നുണ്ടോന്ന്. അടിന്ന് പറഞ്ഞ പുഷ്കരാടി ആ ചെവി പൊത്തിയാ കടിച്ചു. ഒരുത്തനാടാ ഈ നാടാ മൊത്തം ഞാൻ തോയത്. നീ എന്തോ എന്നാ? എടാ, യൂദാസ് നീ അല്ലടാ ബൈബിൾ? ഞാൻ ആരായിരുന്നു? യേശുക്രിസ്തു. ആണോ? ഈ നാടകത്തിന്റെ അവസാനമാണോ യൂദാസും യേശുക്രിസ്തുവിനെ ഒറ്റ കൊടുക്കാനുള്ളത്? ഞാൻ യേശുവിന്റെ വേഷമൊക്കെ ഇട്ട് ഇങ്ങനെ അടിച്ചു പൊളിക്കുക. കത്തനങ്ങോട്ട് പൊങ്ങി നാടകം തുടങ്ങി. അന്ന് അവന്റെ കുഞ്ഞമ്മയുടെ മോളെ കല്യാണം കൊണ്ടായിരുന്നു.
യവൻ വന്ന് യേശുവിന് ആദ്യം തന്നെ ഒറ്റ പോക്ക്. ഞാൻ അവിടെ ഒന്ന് പുഴുത്ത് നാറി ചമ്മി അവസാനം ഞാൻ യേശുവിന്റെ വേഷത്തിൽ ഇരുന്നോണ്ട് കമ്മിറ്റിക്കാര് ഒന്നും ചെയ്തില്ലല്ലേ? അഴിച്ചു വെക്കുന്ന നടം വരാം. അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അടിയുടെ പെരുന്നാളായിരുന്നു അവിടെ. ഗൾഫിൽ നിന്നൊക്കെ വിസിറ്റിംഗ് വിസ എടുത്ത ആളുകൾ തന്നെ അടിച്ചിട്ട് പോയി. എപ്പോഴെന്നെ ചുമ്മാ കുറ്റം പറയരുത്. എന്ത് നാടൻ പൊളിഞ്ഞിട്ട് എന്തെങ്കിലും പറ്റിയോ? എന്തെങ്കിലും പറ്റിയോന്നാ? നീ ഒരു വട്ടമല്ല എത്ര വട്ടം പൊളിച്ചെന്നറിയാമോ? എടാ യൂദാസ് യേശുവിനെ ഒറ്റുന്ന വെള്ളിക്കാശ് ഇങ്ങനെ എണ്ണി മേടിക്കും. ഈ മേടിച്ചു കഴിയുമ്പോ യൂദാസിന്റെ ഭാവം എന്താ? കണ്ണീരും കൈയും കരഞ്ഞേക്കും ആണല്ലോ. നിനക്ക് ഈ പൈസ കൊണ്ട് തന്നപ്പോ നീ അവനോട് എന്താ പറഞ്ഞത്? താങ്ക് യു ബ്രോ എന്ന്. അത് പിന്നെ ശമ്പളമോ കിട്ടുന്നില്ല. ആ 30 വെള്ളിക്കാശ് കിട്ടിയപ്പോ അറിയാതെ പറഞ്ഞു പോയി. കാസർഗോഡ് നാടകം പൊളിഞ്ഞിട്ട് കള്ളവണ്ടി കയറി ഞാൻ തിരുവനന്തപുരത്ത് ഇറങ്ങി. തിരുവനന്തപുരം വരെ വന്ന് ആലപ്പുഴ ഇറങ്ങിയ പോലായിരുന്നു. ആലപ്പുഴ ഇറങ്ങാക്കൂല. അവിടെ നമ്മൾ നാടകം കളിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ കായംകുളത്ത് ഇറങ്ങണം. കായംകുളത്ത് കളിച്ചിട്ടുണ്ട്. എപ്പോഴും എന്നെ കിടന്ന് ഇങ്ങനെ കുറ്റം പറയണ്ട. ഇത് കണ്ടോ, ഇത് കണ്ടോ? മെനഞ്ഞാത്ത പരിപാടി കഴിഞ്ഞപ്പോഴത്തെ കമ്മിറ്റിക്കാർ സ്നേഹപൂർവ്വം എന്റെ അഭിനയം കണ്ടിട്ട് തന്ന പ്രസന്റേഷൻ. അയ്യോ എന്റെ നെഞ്ചിലെ രോമം ഇതിങ്ങനായ അവര് കമ്പി കറക്കി വലിച്ചൂറ്റി എടുത്തതാ. തന്നെ ഇതെനിക്ക് അറിയത്തില്ലായിരുന്നു. തമാശ തമാശ വീട് തമാശ ഉഗ്ര തമാശ തമാശ എന്ന് പറഞ്ഞാൽ കിടുക്ക് തമാശ. നമ്മുടെ പിലാത്തോസ് ഷെഫീക്കില്ലേ അവൻ വന്ന് ഷെഫീക്ക് വന്നടാ. പക്ഷെ അവ അടിച്ച് വിറ്റ നാട്ടുകാരെല്ലാം അറിയോടാ അത്? ഇല്ല അവ അറിയിക്കും. ആ രീതിയിലാ പോക്ക്. എന്റെ ദൈവമേ ഒരു കാര്യം എന്തായാലും ഒന്ന് വിളിച്ചു പറ. എന്തോന്ന് വിളിച്ചു പറ? നമ്മളെന്തിനു പേടിക്കുന്നത്? നമ്മളൊക്കെ ആർട്ടിസ്റ്റുകളല്ലേ? അതെ, ഓൾ ആർട്ടിസ്റ്റ്. കമോൺ. നമ്മളൊരു ആർട്ടിസ്റ്റ് അല്പം മദ്യപിച്ച് മതോന്മത്തനായിപ്പോയി. നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ആരും പേടിക്കരുത്. ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. നമ്മളെ പിലാത്തോസ് എന്ന ഷഫീക്ക് വെള്ളമടിച്ച സ്ഥിതിക്ക് പെട്ട് നമ്മള് പെട്ട് എന്തായാലും ഒന്ന് വിളിച്ചു പറ. ഇത്തിരി ഇളക്കിയ ചക്ക തിന്നാൻ കൊതിയാവണേ. സ്റ്റേജിന്റെ ബാക്കിൽ പൊരിഞ്ഞാടി. സ്റ്റേജിന്റെ ബാക്കിൽ പൊരിഞ്ഞാടി. സ്റ്റേജിന്റെ ബാക്കിൽ അടി തുടങ്ങിയിട്ടുണ്ട്. അങ്ങോട്ട് ചെന്ന് കയറുന്നവരടുത്ത് ഒരു പ്രത്യേക കാര്യം പറയാം. നമുക്കുള്ള അടിയാണെന്ന് ചോദിച്ചിട്ടേ അത് മേടിക്കാവൂ. കേട്ടല്ലോ? ആശാനെ അവന്മാര് കുപ്പിച്ചില്ലൊക്കെ ഇങ്ങനെ ചുരുട്ടിയിട്ട് തോർത്തിനകത്താക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഫിക്സ് ചെയ്ത് നമുക്കുള്ള അടിയാ ചെന്ന് മേടിച്ചു. എന്തേലും ഒന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കില്ലാതെ ഇവിടുന്ന് പോകാൻ പറ്റൂല. എന്തേലും പറ. എനിക്ക് വയ്യ. പ്രിയമുള്ളവരെ, ഒരു പ്രത്യേക അറിയിപ്പ്. അടുത്ത വർഷം മുതൽ ഞങ്ങൾ ബൈബിൾ നാടകം മാറ്റി LED വാളിന്റെ സഹായത്തോടും സമിതി അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ നാടകം ജീവിതം ഒന്നേ ഉള്ളൂ. അതെന്താ അങ്ങനെ? എടാ നാട്ടുകാരെങ്കിലും അറിയട്ടടാ നമ്മളവസ്ഥ.